ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഇത് ഞാനേ ജാനുവരിയിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. വീട്ടിൽ നല്ല തകൃതിയായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീടൊക്കെ ടോട്ടലി ഒരു മെസ്സായിട്ടാണുള്ളത്. പിന്നെ ആണെങ്കിൽ പെയിൻറ്റിൻ്റെ സ്മെല്ല് ഉമ്മക്ക് ഭയങ്കര അലർജിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം എന്തായാലും ഉമ്മ ഇവിടെ നിന്ന് മാറി താമസിക്കണം. അങ്ങനെയാണ് ഒന്ന് ദുബായ് വരെ പോയാലോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് കേട്ടോ. ഉമ്മ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയപ്പോഴാണ് എനിക്കും പോകാനൊരാശ. അങ്ങനെ നമ്മൾ പോണ സമയത്ത് ഇതൊക്കെയാണ് കേട്ടോ വീടിൻ്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ നിസ്കരിക്കാനോ ഒന്നിനുള്ള സ്പേസ് ഇല്ല. എല്ലാം നമ്മൾ മാറ്റി കൊടുത്തിട്ടുള്ളത് അവർക്ക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ബേസിക് ആയിട്ടുള്ള പാക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ നേരെ ദുബായിലേക്ക് പോവുകയാണേ. നമ്മളൊരു 2 വീക്സിലേക്കുള്ളൊരു പ്ലാനാണ് കേട്ടോ. ഞാൻ 10th സ്റ്റാൻഡേർഡ് വരെ അബുദാബിയിലാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ 2004 ഞാൻ അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ആദ്യമായിട്ട് ആഫ്റ്റർ 19 ഇയേഴ്സ് ആട്ടോ ഞാൻ ദുബായിലേക്ക് പോണത്. അതായത് 2023 ഇതേപോലൊരു വിസിറ്റിങ്ങിന് 2 വീക്സിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ 2026 കേട്ടോ ഞാൻ പോണത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി നമ്മളുടെ ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലഗേജൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോർഡിംഗ് പാസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ലഗേജ് കൊടുത്തു കഴിഞ്ഞാലും അത് ക്ലിയർ ആവണ വരെ, അതായത് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അത് ക്ലിയർ ആവണ വരെ നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ലഗേജൊക്കെ ക്ലിയർ ആയതിന് ശേഷം നമ്മൾ നേരെ മുകളിൽ പോയി എമിഗ്രേഷനും സെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞതേ നമ്മൾ ലോഞ്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ യാത്ര ഫുൾ രാത്രിയാണ്. നമ്മൾ ദുബായിൽ എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ മിഡ്നൈറ്റ് 3:30 ആ ഒരു ടൈമിനാണ് കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് ലോഞ്ചിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവം എന്നല്ല, എന്നാലും ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. റൈസ്, റോട്ടി, പിന്നെ സാലഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്പ്രെഡൊന്നുമല്ല. അപ്പോൾ ദുബായിൽ എൻ്റെ ബ്രദറും ഫാമിലിയാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം അവർ സ്റ്റേ ദുബായിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഷാർജയിലേക്കാണ് പോണത്. അവർ സ്റ്റേ ചെയ്യുന്നത് ഷാർജയിലാണ്. യൂഷ്വലി ഇവിടെ ലോഞ്ചിൽ ഭയങ്കര തിരക്കുണ്ടാവില്ലേ. ആൻഡ് ബാക്കിയുള്ള ലോഞ്ചസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ആട്ടോ, അത്ര സ്പേഷ്യസ് ഒന്നുമല്ല. പക്ഷേ ഈ പ്രാവശ്യം ആളുകൾ ഭയങ്കര കുറവായിരുന്നു. അത്ര തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. പക്ഷേ ചാർജിങ് പോയിൻറ്റ്സ് ഒന്നും എവിടെയും വർക്ക് ചെയ്യണില്ല. ലൈക്ക് 1-2 ചെയറിൻ്റെ സൈഡിലുള്ള ചാർജിങ് പോയിൻറ്റ്സ് മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയിരിക്കുക. കാരണം ഉമ്മക്കൊരു പേടി, ഈ ലോഞ്ചിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവുമെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ നമ്മൾ പോണ എയർലൈൻസ് സ്പൈസ് ജെറ്റാണ്. ഞാൻ ഇതുവരെ സ്പൈസ് ജെറ്റിൽ ട്രാവൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രാവശ്യം കയറിയപ്പോൾ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി ഒരിക്കലും ഞാൻ സ്പൈസ് ജെറ്റിൽ ട്രാവൽ ചെയ്യില്ല എന്ന്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മളെ നാട്ടിലെ ഓർഡിനറി KSRTC ഇല്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒരു ഫീൽ കേട്ടോ. അതായത് നമ്മൾ ഫ്ലൈറ്റിലെ സീറ്റ്സൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് റിക്ലൈൻ ചെയ്യാമല്ലോ. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലൈക്ക് ആ റിക്ലൈൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനൊക്കെ പോയി കിടക്കുകയാണ്. ലൈക്ക് ഫുള്ളി റിക്ലൈൻഡ് ആണ്. അപ്പോൾ ചില സീറ്റ്സിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് മുന്നത്തെ സീറ്റ് ഇങ്ങനെ ഫുൾ നമ്മളെ മേലേക്ക് ഇങ്ങനെ റിക്ലൈൻ ചെയ്ത് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ കവറ് അതെല്ലാം ഇങ്ങനെ ഫുൾ നാശമായിട്ട് എന്തോ ഒരു ഭയങ്കര പഴയ മാതിരിയും. പിന്നെ ഉമ്മാക്കാണെങ്കിൽ ഈ ഇപ്പോൾ ഈ മുന്നത്തെ സീറ്റ് ഇങ്ങനെ മേലെ വന്നായിട്ട് നമ്മളെ ഉമ്മയുടെ കാല് വെക്കാൻ സ്ഥലമില്ല. നമുക്കിങ്ങനെ ശ്വാസം കിട്ടാത്ത പോലെ. പിന്നെ എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടും. അങ്ങനെ ആകെപ്പാട് ഭയങ്കര ഒരു സഫക്കേഷൻ ആയപ്പം നമ്മൾ ഫ്രണ്ട് സീറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. ഇപ്പം തന്നെ എല്ലാ ഫ്ലൈറ്റിലും നമുക്ക് ഇതുപോലെ ലെഗ് സ്പേസ് ഉള്ള ഫ്രണ്ട് സീറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യണമല്ലോ. അങ്ങനെ എക്സ്ട്രാ എമൗണ്ടൊക്കെ പേ ചെയ്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമ്മളിതേ UAE എത്തിയിട്ടുണ്ട്. നമ്മൾ ദുബായ് എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യണത്. ലാൻഡിങ് രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമുക്ക് കുറേ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉമ്മക്ക് ആദ്യം ഞാൻ വീൽ ചെയർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീൽ ചെയറായിട്ട് ഹെൽപ്പ് ചെയ്യാവുന്നത് ഒരു അടിപൊളി മനുഷ്യനായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ മെട്രോ ഒക്കെ എടുത്ത് വേറെ ഏതോ ഒരു അറ്റത്തേക്കൊക്കെ പോകണം. അപ്പോൾ അങ്ങനെ ഉമ്മനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു മിഡ്നൈറ്റ് 3:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് തന്നെ ടാക്സി എടുത്തിട്ട് നേരെ കാക്കൻ്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലുണ്ട്. ഞാനാണെങ്കിൽ ഇൻ്റർനാഷണൽ റോമിങ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ എൻ്റെ ഫോണും പിന്നെ ഡാറ്റ ഒക്കെ ഏകദേശം ആക്റ്റീവാണ്.
അങ്ങനെ കിലോമീറ്ററുകളോളം നടന്ന് നമ്മൾ നമ്മുടെ ബാഗേജ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആളുണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു. നമ്മളുടെ സാധനങ്ങളും ലഗേജസൊക്കെ കറക്റ്റ് നോക്കിയിട്ട് എല്ലാം നമ്മളെ ട്രോളിയിലാക്കി തന്ന് ഈവൻ നമ്മളെ ടാക്സിയിലേക്ക് കയറ്റി തന്നു കേട്ടോ. അങ്ങനെ ദുബായിൽ എത്തിയതിന് ശേഷം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാനിവിടെ ദുബായ് എക്സ്പ്ലോർ ചെയ്തതായിരിക്കും കേട്ടോ. അങ്ങനെ ഫ്ലാറ്റിലെത്തി നമ്മൾ നല്ലോണം റെസ്റ്റ് എടുത്തു കേട്ടോ. നെക്സ്റ്റ് ഡേ നമുക്ക് അബുദാബിയിലേക്കാണ് പോകാനുള്ളത്. നോട്ട് എക്സാക്ട്ലി അബുദാബി, നമ്മളെല്ലാവരും കൂടെ ബദാസൈദിലേക്കാണ് പോണത്. ഷാർജയിൽ നിന്ന് ഓൾമോസ്റ്റ് 3 to 3.5 hours ഉണ്ട് കേട്ടോ ബദാസൈദിലേക്ക്. അപ്പോൾ ഇക്കാക്കൻ്റെ വൈഫ് ബദാസൈദിലാണുള്ളത്. അവിടെ ന്യൂ ജോബ് കിട്ടിയപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ജനുവരി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു കാലാവസ്ഥ കേട്ടോ. അത്യാവശ്യം മോശമില്ലാത്തൊരു തണുപ്പും പിന്നെ ചെറിയൊരു കാറ്റും. ഇവിടെ എല്ലാവരും സ്വെറ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമൊന്നും തോന്നിയില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായിലേക്ക് വന്നപ്പോൾ ശരിക്കും ഇങ്ങനെ വണ്ടർ സ്ട്രക്ക് ആയിട്ടേനു ഉണ്ടായിരുന്നത്. കാരണം ഞാൻ 2004 അവിടെ നിന്ന് വരുമ്പോഴുള്ള ദുബായി അല്ല ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ കാണുന്നത്. സോ ഞാനിങ്ങനെ ഒരു ഷോക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ദിസ് ടൈം അങ്ങനെയല്ല, എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യമാണ് അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായത് കേട്ടോ. അതായത് പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പം തന്നെ അവിടെ ഏൺ ചെയ്യണത് അവിടെ തന്നെ എങ്ങനെയെങ്കിലും സ്പെൻഡ് ആവുന്ന രീതിയിലാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും ഉള്ളത്. ഇപ്പം നമ്മൾ പറയും ദുബായിലൊക്കെ നല്ല റോഡ്സാണ് അങ്ങനെയാണെന്ന്, ബട്ട് നല്ല രീതിയിൽ അവർ ടോൾ എടുക്കുന്നുണ്ട്. അതുപോലെ പാർക്കിങ്ങിന് നല്ല രീതിയിൽ ഓരോ ഏരിയ അനുസരിച്ചിട്ടാണ് പാർക്കിംഗ് ഫീ വരുന്നത്. പിന്നെ ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും മോർണിംഗ് ആൻഡ് ഈവനിങ് നല്ല ട്രാഫിക്കാണ് വർക്കിംഗ് ഡേയ്സിൽ. ഈ ഒരു ട്രാഫിക് കാരണം തന്നെ പല ആളുകൾക്കും പുറത്തേക്ക് ഇറങ്ങാനും മടിയാണ്. പിന്നെ നമുക്കിപ്പം ഒരാളെ കാണാൻ പോകണമെന്നുണ്ടെങ്കിലും വീക്ക് ഡേയ്സിൽ ആരും ഇറങ്ങൂല. അങ്ങനെയൊക്കെ ഇവിടെയുള്ള കുറേ പിന്നെ റിയാലിറ്റീസ് ഞാൻ ഈ ഒരു പ്രാവശ്യമാണ് കേട്ടോ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ബദാസൈദിലേക്ക് പോകുന്ന വഴിയാണ്. ആക്ച്വലി പിന്നെ ഇതിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രാവലിംഗ് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ബട്ട് യൂഷ്വലി ബ്രദർ മാത്രം പോകുമ്പോൾ കുറച്ച് ഹെക്റ്റിക്കാണ്. കാരണം നോർമലി ഉള്ള പോലെ എല്ലായിടത്തും ലൈക്ക് യൂഷ്വലി ഒരു 10 kilometers ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ പെട്രോൾ പമ്പ്സ് ഒക്കെ വേണ്ടിയതാണ്. പക്ഷേ ഇവിടെ ലൈക്ക് ഓൺ ദ വേ ലൈക്ക് ഒരു 2 or 3 പെട്രോൾ പമ്പ്സേ ഉള്ളൂ. അങ്ങനെ കണ്ടൊരു പെട്രോൾ പമ്പിൽ കയറി നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്യാണ് കേട്ടോ. പക്ഷേ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഇങ്ങനത്തെ പെട്രോൾ ബങ്ക്സ് ആയാലും പിന്നെ നമ്മളിങ്ങനെ പോകുമ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസുകൾ ഭയങ്കര നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഏതൊരു രീതിയിലും നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സർവീസ് ഒരു ടോപ്പ് ആൻഡ് സർവീസാണ്. ഇത് പെട്രോൾ പമ്പിൽ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടുത്തെ വാഷ്റൂംസൊക്കെ ആണെങ്കിലും ഭയങ്കര നീറ്റ് ആൻഡ് ഹൈജീനിക് ആണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3:30 ഒക്കെ അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഉമ്മേൻ്റെ ഒരു റിലേറ്റീവിനെ കാണാനും വേണ്ടി ഇറങ്ങി. അങ്ങനെ അവിടെ ബദാസൈദിൽ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. ഷാർജയിലുള്ളതിനേക്കാളും തണുപ്പാണ് ബദാസൈദിൽ നിന്നാണ് പറഞ്ഞത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയ പോലെയാണ് കേട്ടോ തോന്നിയത്. ബാംഗ്ലൂരൊക്കെ ഉണ്ടാവില്ലേ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക തണുപ്പ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആയപ്പോഴാണ് വന്നത്. ആ സമയത്ത് അത്യാവശ്യം ചൂടായിരുന്നു. ആൻഡ് പിന്നെ അതുപോലെ ഞാൻ സൗദിയിലൊക്കെ പോകുമ്പോഴും ഞാൻ ചൂട് മാത്രം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഇപ്പം ഇപ്പോൾ ദുബായിലത്തെ ആണെങ്കിലും ഈ ഒരു തണുപ്പിൻ്റെ നല്ലൊരു കാലാവസ്ഥ എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു റിലേറ്റീവിനെ കാണാൻ വേണ്ടി പോവാണ്. അവരെ മീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ നേരെ നമ്മളെ ഫ്ലാറ്റിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റ് നമ്മളിപ്പോൾ പുതിയതായിട്ട് എടുത്തതാണ്. അവിടെ ഫേർണിഷിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു 2 BHK ആണ്. അപ്പോൾ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും വീണ്ടും ദുബായിൽ നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ദുബായ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലെ ഹെക്റ്റിക് ഷെഡ്യൂളിൽ നിന്ന് ശരിക്കും നല്ലൊരു അടിപൊളി ബ്രേക്കായിരുന്നു ഈ ഒരു യാത്ര. അങ്ങനെ UAEൻ്റെ വേറൊരു അറ്റത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് ടൗൺഷിപ്പും പിന്നെ ആളുകളും താമസവും ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസും അവൈലബിലിറ്റീസും ഒക്കെ കുറവാണ് കേട്ടോ.
അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.